ഹായ് എവ്രിവൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് എൻ്റെ സ്റ്റൈലിലുള്ള നാടൻ മട്ടൻ കറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല ഫ്രഷ് മട്ടനുമായിട്ട് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കാം. പോകാം. നല്ല നാടൻ മട്ടൻ കറി ഉണ്ടാക്കാൻ നല്ല ഫ്രഷ് മട്ടനാണ്. ഇതിനെ നമുക്ക് ഒരു 2-3 വെള്ളത്തിൽ ഇതിൻ്റെ ബ്ലഡും അഴുക്കും ഒക്കെ മാറ്റി നന്നായിട്ട് കഴുകണം. കഴുകി ഇതിനെ ഊറ്റിയെടുക്കണം. ഓക്കെ, ഇതിൽ മട്ടനിലെ എല്ലാ വെള്ളവും വാർന്നു പോയതിന് ശേഷം മാത്രമേ നമുക്കിതിൽ മസാലകൾ ആഡ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ മട്ടനിൽ മസാല പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴുകി ഊറ്റി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമെല്ലാം മാറിയിരിക്കുകയാണ്. അതിലേക്ക് ഇനി കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, മല്ലി. മഞ്ഞളും മല്ലിയും കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ചതച്ചെടുക്കും. ഉപ്പും ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ആകാം. ഗുണത്തിലും മണത്തിലും വേറെ ഒന്നുമില്ല. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇതിനെ നമ്മൾ കുക്കറിലിട്ട് 2 പ്രഷർ ചെയ്യിപ്പിക്കും കേട്ടോ. ഒരു ഹാഫ് എബോവ് ഒന്ന് കുക്കാവും. അപ്പോൾ അതിന് നല്ല സൂപ്പ് കിട്ടും. ഓക്കെ, ഒരു 8 സവാള, 30 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 100 ഗ്രാം കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും സൂപ്പാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൊച്ചുള്ളിയും മിക്സിയിൽ ചതച്ചെടുക്കും. സവാളയും പച്ചമുളകും ആദ്യം നന്നായിട്ട് വഴറ്റിയതിലേക്ക് ചതച്ച് വെച്ച കൊച്ചുള്ളിയും പെരിഞ്ജീരകവും ഇഞ്ചിയും ഇതിലോട്ട് മിക്സ് ചെയ്യും. ഇതൊന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാവൂ. അല്ലെങ്കിൽ ഉള്ളി വാടത്തില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ഇതിലേക്ക് തക്കാളിയും വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കും. ഓക്കെ, മഞ്ഞൾ ചേർത്ത് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ജീരകവും ഒക്കെ ചതച്ചത് ഞാൻ മിക്സിയിലാണ്. ആ മിക്സിയുടെ ജാറ് കുറച്ചൊന്ന് കഴുകി ഉള്ളിയിൽ ഒഴിക്കും. അതിലൊരു 2 പ്രഷർ ഇട്ടതിന് ശേഷം വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആ പ്രഷർ പോയതിന് ശേഷം ഒരു പാനിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർക്കുന്നു. ആ വെന്ത് ഉടഞ്ഞിരിക്കുന്ന മസാലയെ നമ്മൾ ഇതിനോട്ട് തട്ടുന്നു. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നു, കറിവേപ്പില ചേർക്കുന്നു. ആദ്യം ആ മട്ടൻ വേവിച്ച സൂപ്പുണ്ടല്ലോ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, ആ സൂപ്പ് ഇതിലോട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മട്ടൻ മിക്സ് ചെയ്യാവൂ. മട്ടൻ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ബാക്കി വേവും കൂടെ ഈ പാനിലിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, വേവട്ടെ. അത് നന്നായിട്ട് കിടന്ന് വേവട്ടെ. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. വെന്തതിന് ശേഷം ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. നമുക്ക് മസാലപ്പൊടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് നന്നായി വെന്ത് കണ്ടോ, മട്ടൻ നന്നായിട്ട് വെന്തു. വീണ്ടും മണത്തിലും ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു മട്ടൻ കറിയാണ്. ഓക്കെ.